തൊഴിൽ വാർത്ത ഹരിശ്രീയിൽ നൽകിയ കറണ്ട് അഫെയർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 5 ഭാഷകൾക്കു കൂടി ശ്രേഷ്ഠ ഭാഷ അതായത് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മറാത്തി, ബംഗാളി, അസമീസ്, പാലി, പ്രാകൃത് ഭാഷകൾക്കാണ് അംഗീകാരം ലഭിക്കുക. ഇതിനായി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നതിലെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി. ഭാഷകളുടെ രേഖപ്പെടുത്തിയ ചരിത്രത്തിന് 1500 മുതൽ 2000 വർഷത്തെയെങ്കിലും പഴക്കമുണ്ടാകണം. ഭാഷകൾക്ക് പ്രാചീന രചനാരീതി ഉണ്ടാവണം തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് ഒഴിവാക്കിയത്. ഇതോടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം 6 നിന്നും 11 ഉയർന്നു. 2004 തമിഴിനാണ് ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. ഇതിനുശേഷം സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നീ ഭാഷകൾക്കു കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. 2013 മെയ് 23 മലയാളത്തിന് പദവി ലഭിച്ചത്. ഇതിനു മുൻപ് സാഹിത്യ അക്കാദമിയുടെ ഉപസമിതി 2000 വർഷത്തെ പഴക്കമില്ലെന്ന് കാണിച്ച് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി നിരസിച്ചിരുന്നു. പിന്നീട് കേരളം കാലപ്പഴക്കം തെളിയിക്കുകയായിരുന്നു.